കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the holy name of the Lord be glorified. നിങ്ങളോട് ഒരുമിച്ച് ഈ രാത്രിയിൽ ഇവിടെ ആയിരിക്കാൻ കർത്താവിന്റെ ജീവിതത്തിൽ നൽകുന്ന ഈ വിലപ്പെട്ട അവസരത്തിനായിട്ട് ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. I thank God for this blessed opportunity I have to be with you all tonight. ഇന്നത്തെ ദിവസം കർത്താവ് നമ്മളോട് സംസാരിക്കുമെന്ന ഒരു പ്രതീക്ഷയുള്ളവർ കൈയൊന്ന് ഉയർത്താമോ? If you have an expectation that God is going to speak to you, can you lift your hands and praise God? ലാസ്റ്റ് മിനിറ്റിലൊക്കെ ക്രമീകരിച്ചിരിക്കുന്ന മീറ്റിംഗ് ആണെങ്കിലും കർത്താവിന് എല്ലാ മീറ്റിംഗിനെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. Even if this meeting was put together last minute, God has a purpose for every meeting. ആ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ വന്നു, കുറച്ചുപേര് വന്നു, നല്ലതായിരുന്നു, അതിനേക്കാൾ അപ്പുറമായി നമ്മുടെ ഹൃദയത്തിൽ രൂപാന്തരം വരേണ്ടത് ദൈവം നമ്മളെ ഇന്ന് രാത്രി കാണിക്കുന്ന രാത്രിയാണ്. Above us coming and we attend a meeting, this should be a night where God speaks to us and shows us where our hearts need to be changed. ഈ ഹൃദയം രൂപാന്തരം എന്ന് പറയുന്നത് ദൈവവചനത്തിലൂടെ അല്ലാതെ ഒരിക്കലും സംഭവിക്കത്തില്ല. And aside from the word of God, this transformation in our heart will never take place. അതുകൊണ്ട് സഹിഷ്ണുതയോടെ വചനഭാഗങ്ങൾ അങ്ങനെ തന്നെയോ എന്ന് എന്നോടൊപ്പം നിങ്ങൾ ശോധന ചെയ്യണം. So patiently along with me examine if the word of God is such. ഈയിടെ ഒരാൾ ഷെയർ ചെയ്ത ഒരു വാട്സാപ്പ് സ്റ്റേറ്റസ് ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാം. വചന ശുശ്രൂഷയുള്ള ബന്ധത്തിലുള്ളതാണ്. I want to just remind you along with what I'm sharing, a status that someone put on their WhatsApp. If you can endure 8 hours of non-stop worship but cannot endure 10 minutes of word of God, there is something seriously wrong with you. അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി ട്രാൻസ്ലേഷൻ ആവശ്യമില്ല. എന്ത് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദൈവവചനം തുറക്കുമ്പം ഒരു അലസതയും ഉറക്കവും ഒരു തരം ഒരു വല്ലായ്മ വരുന്നുണ്ടെങ്കിൽ വീണ്ടും ജനനം തന്നെ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് സത്യം. If the word of God opens and you have a disinterest or impatience for it, then you should question if regeneration has happened in you. ദൈവവചനം ഉള്ളിൽ വിത്തായി വീഴുമ്പോഴല്ലേ വീണ്ടും ജനനം നടക്കുന്നത്. It is when the word of God falls as a seed inside that we are born again. പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ വീണ്ടും ജനിച്ച ആളിന്റെ ഒന്നാമത്തെ ലക്ഷണം വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ച ഉണ്ടാകും. The first sign of a believer that Apostle Paul says is there will be a hunger or a desire for the word of God. ആ ഒരു ഡിസയർ ദൈവം ഇന്ന് രാത്രി നമ്മുടെ ഉള്ളിൽ ഒന്നുകൂടെ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. And I pray that God tonight once again will put that desire in our hearts. ഇന്നത്തെ രാത്രിയിലത്തെ ചിന്തയ്ക്കായി ഗലാത്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 6, 7, 8 വാക്യങ്ങളാണ് വായിപ്പാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. Tonight's meditation I would like to read from Galatians chapter 1 verse 6, 7 and 8. അവിടെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. Verse 6, I am astonished that you are so quickly deserting him who called you in the grace of Christ and turning to a different gospel. ഈ 6-ാമത്തെ വാക്യം മാത്രം ഇപ്പോൾ വായിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകൾ നമുക്ക് ആരംഭിക്കാം. We are going to begin our meditation just starting at this verse 6. ഈ പൗലോസിന്റെ പല ലേഖനങ്ങളും നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ അത് ഭയങ്കരമായി അസ്വസ്ഥതപ്പെടുത്തുന്ന ഭാഷകളാണ് താൻ ഉപയോഗിക്കാറുള്ളത്. Sometimes when you read the letters from the Apostle Paul, he begins with words that make us sometimes uncomfortable. നമ്മൾ ഫസ്റ്റ് പേജിൽ തന്നെ ചിന്തിക്കുകയോ ഈ മനുഷ്യന് വേറെ ഒന്നും പറയാനില്ലയോ, കുറച്ചുകൂടെ ഒരു മാന്യമായ ഒരു പക്വത, അതല്ലേ നമ്മുടെ ഒരു പ്രധാന വാക്ക്, പക്വതയോടെ ഒന്ന് പറഞ്ഞാൽ പോരെ. Well, sometimes we read, should Paul have begun like this? Can he just do it in a more proper or in some manner when he speaks or greets them? In a matured manner. പക്വതയോടെ ഒന്ന് പതുക്കെ പറഞ്ഞാൽ പോരെ കാര്യങ്ങൾ. എന്തിനാ അങ്ങ് തീവ്രമായിട്ട് പറയുന്നത്? Why is he so fiercely speaking? Can he not just say it in a mature manner to them? എന്ന് പറഞ്ഞാൽ ഇതിന്റെ 8-ാമത്തെ വാക്യത്തിൽ let them be under curse എന്നൊക്കെയാണ് പറയുന്നത്. In chapter 1 verse 8 he speaks things like they should be accursed. വേറൊരു സുവിശേഷം പറയുന്നവരെ പൗലോസ് ഒരു വിധത്തിലുള്ള അനുരഞ്ജനത്തിനും തയ്യാറല്ല. അവർ പറയാ ഞാൻ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പറഞ്ഞാലും അവർ ശപിക്കപ്പെട്ടവരെന്ന് പറയും. Paul is not able to let anyone go that speaks another gospel. He says if I or an angel from heaven preaches another gospel, they should be accursed. ആ വാക്ക് നോക്കണം, under curse, ശപിക്കപ്പെട്ടു. എന്താ പൗലോസ് ഇങ്ങനെയൊക്കെ പറയുന്നത്? When he says they should be accursed, Paul, why are you speaking like this? അവരും ശുശ്രൂഷകരല്ലേ?
They are also ministers. നിനക്ക് നല്ല വെളിപ്പാട് കിട്ടി, അവർക്ക് അത്രയും വെളിപ്പാട് കിട്ടിയിട്ടില്ല, ഇങ്ങനൊക്കെ പറയാമോ? ശപിക്കപ്പെട്ടവരെന്നൊക്കെ. I know you received a great revelation. They might not have as much as you, but should be used this language like being a curse. 1:8 അങ്ങനെ തോന്നിയെങ്കിൽ 3:1 നമുക്ക് എന്തോ തോന്നും? ഒന്ന് ചിന്തിച്ചേ. If it says like that in chapter 1 verse 8, what would we think in chapter 3 verse 1? ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. Oh foolish Galatians. ഇത് കേട്ടോണ്ട് ഇന്നത്തെ ഒരു ചർച്ചിലാണ് ഒരു മനുഷ്യരോട് ഇരിക്കത്തില്ല. If someone speaks like this in our churches, not a single person would sit there anymore. നമ്മൾ പറയും ഇത് എന്തോ ഈ മനുഷ്യൻ എന്തോ കുഴപ്പമുണ്ട്. We say, well, this person has something wrong with them. ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നു ശപിക്കപ്പെട്ടവർ, മൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നു ബുദ്ധിയില്ലാത്തവർ. ഒന്ന് നിങ്ങൾക്ക് മാത്രമേ ഉള്ള ബുദ്ധി. In chapter 1 you said we are accursed. In chapter 3 you called us foolish. Are you the only one who has wisdom? എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് എന്നോട് ഇങ്ങനെയുള്ള ഈ ഭാഷകൾ എന്തുകൊണ്ടാണ് താൻ ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. And the reason I am meditating on this is because God has been speaking to me about these portions and why God speaks in such a manner. എഫേസ്യ ലേഖനത്തിലും അസഹിഷ്ണുതയാണ്, തനിക്ക് സഹിഷ്ണുതയില്ല, കോംപ്രമൈസ് ഇല്ല. ആ രീതിയിൽ പറഞ്ഞ പേഷ്യൻസിൽ immediately is reacting. And in Galatians, we see that he is not having that compromise with them. As soon as he speaks about it, he is reacting. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ശുശ്രൂഷകനും വിശ്വാസിയും തമ്മിലുള്ള ബന്ധത്തിൽ ഗോസ്പൽ ബന്ധം മാത്രമാണ് താൻ ആഗ്രഹിച്ചതും കണ്ടതും. And the reason is Paul saw and desired that the only relationship between him and the believer is the gospel. അവര് നല്ലവരാണ്, ഞാൻ എന്റെ ബിസിനസ്സിൽ അവരെയും ഞാൻ സഹായിക്കുന്നുണ്ട്, എന്റെ മോളെ കല്യാണം കഴിച്ചവർ ആ ചർച്ചിലുണ്ട്, ഇങ്ങനെയുള്ള കാര്യം തനിക്ക് അറിയത്തില്ല. He does not know about a relationship that is based on a business relationship, or that pastor is the one who married my daughter. He doesn't have that relationship. ഒറ്റ ബന്ധമേ ഉള്ളൂ. Just one relationship he has. സത്യസുവിശേഷത്തിൽ വിശ്വസിച്ചവരുടെ ഒരു ഐക്യത. It is a unity among the believers who have believed the true gospel. ആ വിശ്വാസം നിർവ്യാജ്യമായി ഇരിക്കേണ്ട വിശ്വാസം വ്യാജമായി പോയാൽ പൗലോസ് പറയുന്നത് നമ്മൾ തമ്മിൽ ഇനി കൂട്ടായ്മ തന്നെ ഒക്കത്തില്ല. And if that gospel that ought to be truthfully protected becomes a lie or another gospel, then there is a disconnect in our relationship. പ്രിയ ദൈവമക്കളെ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ദൈവം ഈ തലമുറയിൽ ഒരു കൂട്ടം ആൾക്കാരെ എഴുന്നേൽപ്പിക്കാൻ സത്യത്തിന്റെ ബന്ധം മാത്രമേ അവർക്ക് വിശ്വാസികളുമായി We ഉണ്ടാകാവൂ. should pray that in this generation God would raise up young people that the only relationship they would have with one another is a gospel ഞാനും relationship. നിങ്ങളും തമ്മിലുള്ള ബന്ധം ഉണ്ടാകേണ്ടത് ബിസിനസ് ബന്ധങ്ങളല്ല. The relationships that you and I have together should not just be business relationships. അയ്യത്തിന്റെയും വസ്തുവിന്റെയും വീടിന്റെയും വണ്ടിയുടെയും ബന്ധമല്ല നമ്മൾ തമ്മിൽ ഉണ്ടാകേണ്ടത്. The relationship that we ought to have should not be about our home or our property or our cars. ഒറ്റ ബന്ധം മാത്രം. One relationship only. സുവിശേഷം പ്രസംഗിക്കാൻ വന്നു, സുവിശേഷം സ്വീകരിക്കുന്നു, അതിനാൽ രൂപപ്പെടുന്നു. I came to preach the gospel and I believe the gospel, and by that we are being transformed together. അതിനപ്പുറമായുള്ള കച്ചവടങ്ങളിലേക്ക് പോയാൽ സത്യം മറച്ചു വെക്കേണ്ടി വരും. And if you go into that kind of marketing, then you would have to hide the true gospel. ഇതാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ച വലിയ തിന്മ. And this is the great tragedy that has happened in our community. 2 ദിവസം മുമ്പ് ഒരു സഹോദരൻ എന്നോട് പറയുകയായിരുന്നു. 2 days ago, an individual said to me, ഒരു ചെറുപ്പക്കാരനാണ്. he is a young person. Pastor, I am waiting for people. They say a lot of things on the stage behind the pulpit, but when they come down, they are talking about house. They are talking about next car. They are talking about, I am waiting for people on the stage. They talk about gospel and eternity. When they come down also, they talk about gospel and eternity. Amen. ഓക്കെ, അങ്ങനെയുള്ള ഒരു സമൂഹത്തെ കർത്താവ് എഴുന്നേൽപ്പിക്കണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? Can we just for one moment pray, God, raise up a generation like that? ഞങ്ങൾക്ക് സത്യം കേൾക്കണം. We want to hear the truth. സത്യമല്ലാത്തൊരു ബന്ധം വേണ്ട. We don't want a relationship aside from the truth. സുവിശേഷത്തിൽ വിശ്വസിക്കുകയും രൂപപ്പെടുകയും ചെയ്യാത്തതിനെ വലിയ തിന്മയായി കാണുന്ന ശുശ്രൂഷകർ. And the things that are not transformed in the truth of the gospel, we have to see that as a great evil. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം, വിശ്വാസികൾ തമ്മിലുള്ള ബന്ധവും എന്താ ആകേണ്ടത്? And while I'm saying this, how should the relationship amongst believers be? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒരു ചർച്ചിൽ വന്നാൽ what kind of relationship? അത് എന്തുവാ റിലേഷൻഷിപ്പിന്റെ നേച്ചർ എന്ന് പറയുന്നത്? We have been born again and we've been baptized and filled with the Holy Spirit. We come together. What should our relationship with one another be? ലേഖനം 4:12 എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്.
In Ephesians chapter 4, verse 12, we read like this. നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യത. It is a unity building up in the body of Christ, full of the knowledge of the Son of God. വിശ്വാസികൾ തമ്മിലുള്ള യൂണിറ്റി എന്തുവാണ്? What is the unity amongst believers? ഞങ്ങൾ ഒരു ചർച്ചിൽ പോകുന്നു, ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്, ഞങ്ങൾ ഒരു ഏരിയയിലാണ് താമസിക്കുന്നത്, ഞങ്ങൾ എല്ലാം റാന്നിക്കാരാ. ഇതല്ല ബന്ധം. This is not we go to the same church, we live in the same place, we work together. That is not the unity they talk about. നീ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു. You believe in the gospel and I believe in the gospel. അത് വിശ്വാസത്തിന്റെ ഒരു യൂണിറ്റിയാണ്. It is a unity of faith. അത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ഒരു It യൂണിറ്റിയാണ്. is a unity of the knowledge of Jesus. ആ പരിജ്ഞാനം ഒരാളിൽ കാണാതെ വന്നാൽ യൂണിറ്റി അപ്പൊ ബാധിക്കും. അത് And if that knowledge is not seen amongst believers, it will impact that ഏറ്റവും relationship. കൂടുതൽ ടൈറ്റ് കൊടുക്കുന്ന ആളാണെങ്കിലും വിശ്വാസത്തിന്റെ മെച്ചൂരിറ്റിയും ക്രിസ്തു സ്വഭാവവും കാണുന്നില്ലെങ്കിൽ അവിടെ അത് പ്രശ്നമാകും. No matter how much tithe you give, if there is not a maturity of the faith or the knowledge of Jesus, there's going to be an impact to the relationship. കർത്താവിന് ഈ തലമുറയിൽ സഭ പണിയാനുണ്ട്. സത്യത്തിന്റെ ആത്മാവിനാൽ സുവിശേഷത്താൽ സുവിശേഷത്തെ കോംപ്രമൈസ് ചെയ്യാത്ത ശുശ്രൂഷകനും സഭയും തമ്മിലുള്ള ബന്ധം, അന്യോന്യമുള്ള ബന്ധം, അങ്ങനെ സഭ ഒന്നാകെ പണിയപ്പെടുമ്പോൾ അതിന്റെ നടുവിൽ നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് ഇറങ്ങി നടക്കും. And when we together with the true gospel and the true spirit stand together in the maturity of our faith and the knowledge of Jesus, in our midst God will come. അതല്ലേ വെളിപ്പാട് പുസ്തകത്തിൽ സഭയുടെ നടുവിലൂടെ നടക്കുന്ന ദൈവം. Amen. We see in Revelation a God who walks amongst the churches. ഇന്നത്തെ ഈ ഒരു ടെക്സ്റ്റിൽ നിന്നും പ്രധാനമായിട്ടും എനിക്ക് നിങ്ങളോട് അറിയിക്കാനായി ഈ സുവിശേഷത്തിൽ നിന്നും മറിഞ്ഞു പോവുക എന്നുള്ള കാര്യമാണ്. And I want to talk to you about from this chapter departing from the true gospel. ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഈ ഗലാത്യ സഭകളെ, ഇത് ഒരു സഭയല്ല പല സഭകളെ ഒരു നിമിഷം ഒന്ന് കാണണം. And you have to see together not one church but group of churches together. ഒരു സക്സസ്ഫുൾ മിഷൻ ജേർണി അങ്ങോട്ട് കഴിഞ്ഞ് മാസങ്ങൾ മാത്രമേ ആയുള്ളൂ ഈ ലേഖനം എഴുതുമ്പോൾ. It is a successful journey, missionary journey is done, and a few months later is when he is writing this letter. പ്രവർത്തികളുടെ പുസ്തകം 13-14 അധ്യായങ്ങളിലാണ് ഈ ഗലാത്യ സഭകളുടെ ചരിത്രം കാണുന്നത്. In Acts chapter 13 and 14 is where we see the history or the story of this church. ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ കാണിക്കാം, കാരണം ഇത്രമാത്രം അങ്ങ് അസഹിഷ്ണുത കാണിക്കുന്നത് ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. 4:11 പറയുക, I think I wasted my effort, ഞാൻ എന്റെ അധ്വാനം എല്ലാം കളഞ്ഞു എന്ന്. ഇങ്ങനെയൊക്കെ പറയുന്നത് ആരോടായി പറയുന്നത്? Because I want to show you who is Paul talking about for him to get to a point where he is talking about being done with these believers, these foolish Galatians. 13:43 വാക്യം പ്രവർത്തികളുടെ പുസ്തകത്തിൽ പിസിഡിയൻ ആന്റിയോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തിൽ ഇങ്ങനെയാണ് ലൂക്കോസ് ഒരു റിപ്പോർട്ട് പറയുന്നത് ഈ സഭയെക്കുറിച്ച്. പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും പലർ പൗലോസിനെയും ബർന്നബാസിനെയും അനുഗമിച്ചു. They are following Paul and Barnabas. അവർ അവരോട് സംസാരിച്ച് ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. നല്ലൊരു സ്റ്റാർട്ടായിരുന്നു അവർക്കുള്ളത്. In Acts chapter 13 verse 43, after the meeting of the synagogue, many Jews and devout converts to Judaism followed Paul and Barnabas, and as they spoke with them, urged them to continue in the grace of God. അവരെ ഫോളോ ചെയ്യാൻ അവർക്ക് കാണത്തക്ക വിധം വലിയ കാര്യങ്ങളൊന്നും ഇല്ല. For these people to follow after Paul and Barnabas, they didn't have anything big with them. അവർ ബലഹീനരാണ്. They are also weak. അവർക്ക് വലിയ കാര്യങ്ങൾ ലോക അഭിപ്രായ പ്രകാരം അവർ ജ്ഞാനികളോ ബലവാന്മാരോ അല്ല. According to the world standard, they are not strong or wise people. പക്ഷേ ഈ ഗലാത്യ സഭയിലുള്ള ആളുകൾ പൗലോസിനെയും ബർന്നബാസിന്റെയും പുറകെ പോകുക. They saw something in them. But the believers in Galatia are going after Paul and Barnabas because they saw something in them. അവർ കണ്ടത് സുവിശേഷത്തിന്റെ ശക്തിയാണ്. They saw the power of the gospel. അവർ കണ്ടത് വിശുദ്ധിയുടെയും പരിശുദ്ധാത്മാവിന്റെയും നിറവാണ്. They saw the infilling of faith and of the Holy Spirit. നല്ല തുടക്കമായിരുന്നു. It was a great beginning. ഇക്കോനിയയിൽ 14:1 ഈ ഗലാത്യ സഭകൾ അടുത്തൊരു കാര്യം നോക്കിയ 14:1 ഇക്കോനിയയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. Large numbers they believed. In Acts chapter 14 verse 1 we see that a great number of both Jews and Greeks believed in what they said. ലുസ്ത്രായിൽ എന്തോ സംഭവിച്ചത് 14:11 അത്ഭുതം കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇത്
ദേവന്മാരാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഉണർവാണ് ഈ ഗലാത്യ സഭയിൽ ഉണ്ടായത്. And in verse 11 of chapter 14, they saw the miracles and they said these must be gods. That's the type of revival that took place in Lystra. 14:21 ദർബയിൽ നടന്നത് ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ചും പലരെയും ശിഷ്യന്മാരാക്കിയ ശേഷം അവർ ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്നീ പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു. And even in Derbe, when they had preached the gospel, they had many disciples. They returned to Lystra, Iconium, and Antioch. പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാ, good start is inevitable for a good end, but it is not a guarantee for good end. Amen. What I'm trying to say is that a good start is inevitable for a good end, but it is not a guarantee for a good end. ലുസ്ത്രക്കാരെ നല്ലതായിട്ടല്ലേ തുടങ്ങിയത്? Lystra, you started very well. ദർബക്കാരെ നല്ലതായിട്ടല്ലേ വിശ്വസിച്ചത്? The believers in Derbe started very well. കേട്ട പറഞ്ഞാടെ പ്രശ്നമാണോ? Is it the problem of the person who spoke or listened? പൗലോസല്ലേ സംസാരിച്ചത്? Paul is the one who preached to them. കേട്ടതിന്റെ പ്രശ്നമല്ല. It is not because they didn't hear. പറഞ്ഞാളിന്റെ പ്രശ്നമല്ല. It is not the problem of the person who preached. 4:11 ഇതെല്ലാം വെറുതെ ആയി പോയോ? But in chapter 4, Paul says, was all of this for nothing? എന്താ അവിടെ സംഭവിച്ചത്? What happened there? അവിടെ നമ്മുടെ കുറിവാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ഇത്ര വേഗത്തിൽ മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞുപോയോ? In verse 6 of chapter 1 of Galatians, we come back and we see, you have so quickly deserted him who have called you into the grace of Christ, turning to another gospel. എല്ലാരും കാണുന്നുണ്ടോ ആ 1:6? Is everyone seeing verse 6 of chapter 1? നിങ്ങൾ ഇത്ര വേഗത്തിൽ, this quickly. ആ ഇത്ര വേഗത്തിൽ നിന്നുള്ള പദം എവിടുന്ന് വന്നതാണ്? Where did this terminology so quickly come from? അത് ചുമ്മാ അങ്ങ് എഴുതുന്നതല്ല. He's not just writing that for no reason. ഇത്ര വേഗത്തിൽ so fast എന്ന പദം വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. There is a background behind that use of the term so quickly. ഒരു കാര്യം ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളും കുഞ്ഞുങ്ങളും വാത്സല്യ സഹോദരന്മാരെ എല്ലാവരും കേൾക്കണമേ, കാത് കൂർപ്പിച്ച് കേൾക്കണം. Everyone, brothers and sisters, young and old, everyone has to pay close attention to this. നമ്മൾ ദൈവസന്നിധിയിൽ ക്ലോസ് ആയിട്ടും ചേർന്നായിട്ടും ഇരിക്കുന്നുവെന്ന് കരുതുന്നതിന്റെ അടുത്ത നിമിഷം നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിക്കളയാൻ പിശാചിന്. The devil, even if you see that you are sitting next to God so closely, in the next minute the devil can pull us away. ഞാൻ ഇങ്ങനെ പറയട്ടെ, നമ്മുടെ പെന്തക്കോസ്റ്റൽ സമൂഹത്തിന് അതാണോ സംഭവിച്ചത് എന്ന് ഞാൻ ഭയക്കുന്നു. And I fear, let me say that, is that what happened to our Pentecostal community? മറ്റെല്ലാരെക്കാട്ടിൽ നമ്മൾ ആത്മപ്രവൃത്തിയും സുവിശേഷീകരണവും എല്ലാം നടത്തിയത്. We are the ones who took and happened to have all of these gospel meetings and all of these works of the Holy Spirit we saw. ഭക്തന്മാർ ഇറങ്ങി നടന്നപ്പോൾ ഭൂതങ്ങൾ അലറിയോടി. When the saints of God went out, the demons screamed and they fled. ആശുപത്രി പോലും ആർക്കും സൗഖ്യമാക്കാൻ ഒക്കാത്തത് പാസ്റ്റർ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ സൗഖ്യമായി. Those who the hospitals couldn't treat, they brought in front of the pastors and they were healed. നല്ല തുടക്കമായിരുന്നു. It was a wonderful beginning. പക്ഷേ ഇപ്പൊ നോക്കുമ്പോ സമുദായ സഭയുടെ അത്രയും പോലും ഭക്തിയോ ഓർഡറോ നമ്മുടെ ഇടയിൽ കാണുന്നില്ല. But now when we check, we do not even see the same order or the reverence that we see in the Orthodox community. മറ്റുള്ളവർക്കുള്ള ഭക്തി, മറ്റുള്ളവർക്കുള്ള ഓർഡർ, ആ വിധേയത്വം പലപ്പോഴും നമ്മുടെ ആത്മനിറവ് ഉണ്ടെന്ന് പറയുന്നിടത്ത് കാണുന്നില്ല. And even in the places we say we have the infilling of the Holy Spirit, we do not see the order and the reverence for God that we ought to see. ഞാൻ ഇന്നലെ നല്ല പറ്റിയ ഒരു ഉദാഹരണം എനിക്ക് കിട്ടിയതിന്. Yesterday I got a wonderful example of that. എന്ന് പറഞ്ഞാൽ, വെള്ളം ഒരു മാസം അങ്ങനെ വെറുതെ വെച്ചാലും അത് ചിലപ്പോൾ നാറ്റം വെക്കാൻ സാധ്യതയില്ല. If water, you leave it out for a long time, it's less likely that it will develop an odor. എന്നാൽ പാലോ? But if milk, ഗുണമുള്ളതാ, പക്ഷേ അതിനെ പരിപാലിക്കേണ്ടവണ്ണം ടെമ്പറേച്ചറിൽ നിർത്തിയില്ല എങ്കിൽ ഇത് നാറും. milk has a lot of nutrients, but if you do not keep it in the temperature it ought to be, after a while it will have an odor. അതുകൊണ്ടാ പൗലോസ് ചില സന്ദർഭങ്ങളിൽ പറയേണ്ട വന്നത്, this is worse than unbelievers. That's why many times Paul had to state to the believers, this is worse than what you see with unbelievers. Unbelievers എന്ന് പറയുന്നത് വെള്ളം പോലെ, അവർക്കൊന്നും അറിയത്തില്ല. പക്ഷേ നമ്മൾ ക്ലെയിം ചെയ്തു ഞങ്ങൾ പാലാണ്. Unbelievers, they just drink water, they don't care about this or that, but we claim that we have the true milk. നമുക്ക് ഏതോ വ്യത്യസ്തതയുണ്ട് എന്ന് നമ്മൾ അവകാശപ്പെട്ടു. We claim the right that we have something different. വ്യത്യാസം ഉണ്ടായിരുന്നു താനും. And we did have a difference. എന്നാൽ അതിൽ നിന്നും എങ്ങനെയോ ഈ ഗലാത്യ സഭയിൽ സംഭവിച്ചതുപോലെ വേഗത്തിൽ അത്
അതിന്റെ ഗുണം അങ്ങ് പോയതുപോലെ. But somehow, just like what happened here in the church of Galatia, very quickly that turned back. Rufus, this word വേഗത്തിൽ പെട്ടെന്ന്, it's coming from Exodus 32 verse 8. We see this word quickly or fast in Exodus chapter 32 verse 8. എന്തുവാ അവിടത്തെ പശ്ചാത്തലം? What is the context there? ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി. അവർ എപ്പോ വിട്ടുമാറി? അവർ വേഗത്തിൽ വിട്ടുമാറി. ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നമസ്കരിച്ചു, തേണ്ട് കിടക്കുന്നു. അങ്ങോട്ട് മോശം മാറിയപ്പോ വേഗത്തിൽ അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി. We read there that they had turned aside quickly out of the way that I commanded, and what do you see? They created a golden calf to worship. ആവർത്തന പുസ്തകം 9:12 ദേ ഇതിന്റെ പശ്ചാത്തലം, ഞാൻ അവരോട് കൽപ്പിച്ച വഴി വേഗത്തിൽ വിട്ടുമാറി ഒരു വിഗ്രഹം വാർത്തുണ്ടാക്കിയിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. In Deuteronomy we read that they have quickly turned aside from the commands that I have given them, and they have created an idol for themselves. വേഗത്തിലാണ് പിശാച് ഡ്രിഫ്റ്റ് തുടങ്ങുന്നത്. It is very quickly that the devil begins to drift people away. നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് ഇന്നലെ തുടങ്ങിയതിന്റെ അല്ല. What we experience today is not something that just started yesterday. ജനറേഷൻ മുമ്പ്, ഒരുപക്ഷെ സെക്കൻഡ് ആയിരിക്കാം, തേർഡ് ആയിരിക്കാം, ഈ വേഗത്തിലുള്ള മാറ്റം തുടങ്ങിയിരുന്നു. Generations before, maybe second or third generations before, this began very quickly. എന്നാൽ അന്ന് അത് വിസിബിൾ ആയി മാനിഫെസ്റ്റ് ചെയ്യാത്തോണ്ട് പലർക്കും അത് ഡ്രിഫ്റ്റ് ആയിട്ട് തോന്നിയേയില്ല. But because that was not immediately visible to people, they didn't think that was a sign of drifting away. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ആത്മനിറവിൽ ഒന്നൽപ്പം മാറിയപ്പോഴേ പറയുന്നു, ഇത് മറ്റൊരു സുവിശേഷത്തിൽ നിങ്ങൾ വേഗം മാറി മറിയുക. But the apostle Paul, filled with the Holy Spirit, looks, and when he sees them quickly drifting away, he says this is another gospel. ആ മറിയുന്നതിൽ എന്നുള്ള പദം വാസ്തവത്തിൽ അതൊരു പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ആയി ഒറ്റ നിമിഷം കൊണ്ട് സംഭവിക്കുന്ന ഡ്രിഫ്റ്റ് അല്ല, വേഗത്തിൽ ഡ്രിഫ്റ്റ് തുടങ്ങി, പക്ഷെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. That word there, turning to another gospel, is a continuous term. It started quickly, but they are now continuously turning to another gospel. പ്രിയ ദൈവമക്കളെ, ഇത് പിശാചിന്റെ അന്ന് പുറപ്പാടിലും അന്ന് ഗലാത്യയിലും ഇന്നും ചെയ്യുന്ന വലിയ ചതിയാണ്. Brothers and sisters, there in Exodus, back in the church of Galatia, and even today, this is what the devil is doing as a trap. മനുഷ്യന്റെ ഉപായത്താലും ചതിവിനാലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളാലും നിങ്ങൾ കുടുങ്ങിപ്പോകരുത് എന്ന് എഫേസ്യർ 4:14 പൗലോസ് ഓർപ്പിക്കുന്നു. In Ephesians chapter 4 verse 14, he says, do not be caught in the traps or the deception of the devil. 2 കൊരിന്ത്യർ 11 പൗലോസ് പറയുന്നു, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. Paul says in 2 Corinthians chapter 11, just like the devil deceived Eve with the trap, I am afraid that you will leave the sincerity and devotion that you have to Jesus. ഇതിന്റെ പിമ്പിൽ വ്യാപരിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ ഡ്രിഫ്റ്റിന്റെ പിമ്പിൽ വ്യാപരിക്കുന്നത്. Do you know what is working behind this turning away or this drift? ഈ ചതിവും ഉപായവും തന്ത്രവും എവിടുന്ന് വരുന്നതാണ്? Where is this deception and these traps that are being laid coming from? എഫേസ്യർ 4:14 തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങൾ എന്നുള്ള അതേ ഭാഷയാണ് 6:11 പറയുന്നത്. പിശാചിന്റെ തന്ത്രങ്ങളോട് നിങ്ങൾ എതിർത്ത് നിൽക്കണമെന്ന്. It is the same language he uses in Ephesians chapter 6 verse 11, that you may be able to stand against the schemes of the devil. അന്ന് ഏദനിൽ ഇറങ്ങിയ ആ പാമ്പ് ഇന്ന് പാസ്റ്റേഴ്സിന്റെ രൂപത്തിൽ വരെ വെളിപ്പെടാം. കള്ള അപ്പോസ്തലന്മാർ, തെറ്റിച്ച് കളയുന്ന ഇടയന്മാർ. That serpent that was there in the Garden of Eden can come in the form of even a pastor, these false apostles who are turning people away. സാത്താൻ പോലും വെളിച്ച ദൂതന്റെ വേഷം എടുക്കുന്നുവല്ലോ. Satan is taking on the form of a white angel. ഇന്ന് രാത്രിയിലെ മീറ്റിംഗ് ഒരു വേക്കപ്പ് കോൾ ആയി നമ്മുടെ ഭവനങ്ങൾക്ക് മാറട്ടെ. Let this meeting be a wake-up call for our homes. എവിടെങ്കിലും
തെറ്റിമാറിയെങ്കിൽ, if we have ever in any way mistaken and went away, ഗലാത്യ സഭ മാറിപ്പോയെങ്കിൽ, ഞാൻ മാറിയിട്ടില്ല, ഞാൻ മാറത്തില്ല എന്നാരും ചിന്തിക്കരുത്. അത് മാറിയതിന്റെ ലക്ഷണമാകാം. do not say that was the church in Galatia, I will never do that. That is also a sign that you have turned away. നമ്മൾ മാറിപ്പോയിരിക്കുന്നു ദൈവമക്കളെ. Brothers and sisters, we have turned away. ഇതല്ല യഥാർത്ഥ പെന്തിക്കോസ്തിന്റെ ശക്തി. This is not the true power of Pentecost. ഇതല്ല യഥാർത്ഥ ദൈവഭക്തി. This is not true fear of God. ഇതല്ല യഥാർത്ഥ ആരാധന. This is not true worship. ഇപ്പോ കേൾക്കുന്ന പലതും അല്ല യഥാർത്ഥ വചന ശുശ്രൂഷ. What you're hearing now is not often true ministry of the എന്നാൽ word. ദൈവം ആമോസ് പ്രവാചകന്മാരെ പോലെയുള്ള കറ തീർന്ന വചനം ശുശ്രൂഷിക്കുന്നവരെ ദൈവം നമ്മുടെ സമൂഹത്തിൽ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. But God is going to raise up people and prophets like Amos in our generation. വേറെ ഒരു ഉപാധികളില്ലാതെ വചനം ശുശ്രൂഷിക്കുന്ന അഗ്നി നാവുകളെ ദൈവം നമ്മുടെ സമൂഹത്തിൽ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. Without any other intentions or schemes, with tongues of fire, God is going to raise up ministers. ആരാധനയെങ്കിൽ വിടുതൽ നടന്നതുപോലെ ഇന്നും ദൈവം ശാരീരിക വിടുതൽ മാത്രമല്ല, പാപബോധം ഉണ്ടായി നിലവിളിച്ച് കരയുന്ന ആരാധനകൾ നമ്മുടെ ഹോളുകളിൽ നടക്കാൻ പോവുകയാണ്. Not just worship that we saw in the past, but also today, worship not just for our physical needs, but one that draws us to repentance and to salvation. എന്താണ് ഈ മറ്റൊരു സുവിശേഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം? ഇതിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? How can we identify this other gospel? എന്നാലല്ലേ ഇന്ന് രാത്രി യോ ഗലാത്യ സഭയെ പോലാണല്ലോ എനിക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാകത്തുള്ളൂ. Only then can we see in our lives, yes, it has happened to me just like them. വേഗത്തിൽ ഡ്രിഫ്റ്റ് ആകാം. You can quickly turn and drift. അതൊരു കണ്ടിന്യൂസ് ആയിട്ടാ. പെതുക്കെ ഒറ്റ നിമിഷം കൊണ്ട് അങ്ങ് അപ്പുറത്ത് പോകത്തില്ല. പെതുക്കെ തുടക്കം വേഗത്തിലാണ്, പക്ഷെ ഇങ്ങനെ പെതുക്കെ ഒഴുകും. And even though it begins quickly, it continues very slowly. ആ വാക്യത്തിൽ നോക്കിയാൽ മറ്റൊരു സുവിശേഷത്തിന്റെ ഒരു പ്രധാന ലക്ഷണം ആ വാക്യത്തിൽ കാണാം. We can see an identifying factor of another gospel in that same chapter. നോക്കിയേ, ശ്രദ്ധിച്ച 6-ാമത്തെ വാക്യം നോക്കിയേ. Verse 6. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷം. You are quickly deserting him who called you in the grace of Christ and turning to another gospel. ഇന്നലെ രാത്രി മുതൽ ഈ വാക്യങ്ങൾ എന്റെ ഉള്ളിൽ കടന്ന് തിളച്ചു മറിയുക. These verses have been tossing and turning inside of me. പൗലോസ് പറയുന്നത് നിങ്ങൾ ഇത്ര വേഗത്തിൽ ഈ സുവിശേഷം വിട്ടു എന്ന് മാത്രമല്ല. Paul is not just saying you have very quickly deserted this gospel. പൗലോസ് പറയുന്നത് നിങ്ങൾ ഇത്ര വേഗത്തിൽ നിങ്ങളെ വിളിച്ചവനെ വിട്ടു. He is saying you have so quickly deserted the one who called you. എന്നിട്ട് പോയ സുവിശേഷത്തെ അവർ ചിന്തിക്കുന്നത് we are still believing the gospel എന്നാ ചിന്തിക്കുന്നത്. And then they think that they are still believing in the true gospel. അങ്ങനെയാണോ അവിടെ എഴുതിയിരിക്കുന്നത്? നോക്കിക്കേ. But look to see if that's what it says. You are turning to a different gospel. It says you are turning to a different അപ്പോൾ gospel. നമ്മൾ ഗലാത്യ സഭയിൽ ചെന്നിട്ട് ചോദിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? So we go to the church in Galatia and say, do you believe in the gospel? അവരെന്തോ പറയും? What will they say? Definitely 100%. Yes, 100% we do. ഞങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നുണ്ട്. We believe in the gospel. പക്ഷേ എന്താണ് ഈ മറ്റൊരു സുവിശേഷമാക്കി മാറ്റിയത്? But what is it that turned it to another gospel? നമ്മൾ അവിടെ ചെന്ന് ചോദിക്കുക, യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? We go there and we ask, do you believe in Jesus? Yes, യേശു വിശ്വസിക്കുന്നുണ്ട്. Yes, we believe in Jesus. സ്നാനപ്പെട്ടിട്ടുണ്ടോ? Have you been baptized? സ്നാനപ്പെട്ടിട്ടുണ്ട്. Yes, I've been. അന്യഭാഷയുണ്ടോ? Do you speak in other tongues? അന്യഭാഷയുണ്ട്. I speak in other tongues. പൗലോസിനെ വേദനിപ്പിച്ചത് എന്താ? But what is it that hurt and brought pain to Paul? നിങ്ങൾ വിട്ടതൊരു ഉപദേശമല്ല. What you have departed from is not just a teaching or doctrine. വിട്ടതൊരു പരിചയമല്ല. What you have left behind is not just a familiarity. അന്നും കർത്തൃമേശയുടെ സമയത്ത് ഭയഭക്തിയോടെ നിനക്ക് വേദന വരുത്തി വെച്ച നീചൻ ഞാനയ്യോ പാട്ടിന്നുകൊണ്ട് അതുപോലെ. They come before the Lord's table and they sing the same song. അന്നും സ്തോത്രാഴ്ച ഉണ്ടായിരുന്നു, ഇന്നും സ്തോത്രാഴ്ചയുണ്ട്. We had offering then, we give offering now. അന്നും സ്നാന സമയത്ത് ഒരു പാട്ട് പാടിക്കൊണ്ടാ പോയത്, രക്തം കൊണ്ടു മുദ്രയിട. ഇന്നും പാട്ടുണ്ട്. The song that we sang going up to be baptized, we sing that same song again. അന്നും സ്നാനപ്പെട്ട് കയറാൻ നേരം ശുശ്രൂഷകന്മാർ വിളിച്ചു പറഞ്ഞു, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. എന്നാൽ ഇന്നും അത് പറയുന്നുണ്ട്. The ministers, when I went to be baptized, said, be faithful until death. They say it today. എന്താ നഷ്ടപ്പെട്ടത്? What is it that has been lost? വിളിച്ചവനെ വിട്ടുവെന്ന് പറഞ്ഞാൽ
personal relationship with Jesus is lost. When you say that you have turned and deserted the one who has called you means that a personal relationship has been lost. We still subscribe to a set of rules. We still subscribe to a set of rules. ഇപ്പോഴും ഉപദേശം എന്ന് പറഞ്ഞിട്ട് I am a Pentecostal believer. I definitely believe in speaking in tongues. We hold on to the doctrines of Pentecost and we say, I am a believer. We definitely believe in speaking in tongues. പൗലോസ് അക്ഷമനായത് ഇതെല്ലാം ഉള്ളപ്പോഴും ആ വിളിച്ചവനുമായി കൈ കൊടുക്കാതെയുള്ള പ്രാക്ടിക്കലി ഒരു യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് ഇല്ലാതായി പോയാൽ ഈ കാണിക്കുന്നതെല്ലാം കൊണ്ട് ഒരു കാര്യമില്ല. What bothered Paul is even though you hold on to the doctrines, if you do not have a relationship with the one you ought to follow, it doesn't matter what else you do. സുവിശേഷത്തെ വിട്ടു എന്നതിന്റെ ഒപ്പം പറയുക, അതിനെക്കാട്ടിൽ മുമ്പ് പറയുക വിളിച്ചവരെ വിട്ടു. Before he says you turn from the gospel, he said you turn from the one who called you. ഈ വിളിച്ചവനെ വിടുമ്പോഴാണ് പ്രാക്ടീസസ് റിച്വലിസ്റ്റിക് ആയി മാറുന്നത്. It is when you desert the one who has called you, when your practices turn into a ritual. ഇത് പിശാചിന്റെ ഒരു വലിയ തന്ത്രമാണ് ദൈവമക്കളെ. This is a great tactic of the devil. ഞാൻ പറഞ്ഞില്ല ഇന്നലെ മുതൽ ഇതെന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ കത്തുകയാണ്. I told you from yesterday, this has been burning within me. പല പാസേജസ് പരിശുദ്ധാത്മാവ് എന്റെ മുമ്പിൽ കൊണ്ടുവന്നു. The Holy Spirit brought many passages in front of me. എക്കാലത്തും ആളുകൾക്ക് വേണ്ടിയത് റിവാർഡ് തരാമോ, ഇൻഹെറിറ്റൻസ് തരാമോ, ഗിഫ്റ്റ് തരാമോ, എനിക്ക് യേശുവിനെ വേണ്ട, എനിക്ക് യേശു തരുന്നതിനെ വേണം. At all times, there are people who said, give me the reward, the inheritance. I don't need Jesus. Just give me what he has. 14-ാം വയസ്സിൽ എനിക്ക് നരകത്തിൽ പോണ്ട, എന്നെ ഒന്ന് സ്നാനപ്പെട്ട് മുക്കി എടുക്കാമോ, എനിക്ക് യേശുവിനെ വേണം. ഞാൻ വിളിയൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് നരകത്തിൽ പോണ്ട, എനിക്ക് സ്വർഗത്തിൽ പോകണം. At age 14, we are afraid of hell and we say, I don't want to go to hell. So can I be baptized? And I just want to escape hell. I don't want Jesus. I just don't want to go to hell. സ്നാനപ്പെട്ട് കയറി വരുന്നവന് ലൈവ് റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. It is the case that the person coming out of the baptism water is losing that live relationship with Jesus. അവൻ യേശുവിൽ നിന്ന് കേൾക്കുന്നില്ല. He's not hearing from Jesus. അവൻ ബൈബിൾ വായിക്കുന്നില്ല. He's not reading the word of God. അവൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നില്ല. He's not bowing his knees in prayer. വിളിച്ചവനെ അവൻ വിട്ടു. He has left the one who has called him. പക്ഷെ അവന് വേണ്ടി സ്വർഗം വേണം. But he wants a heaven prepared for him. എന്റെ മനസ്സിൽ വന്നതാ മുടിയനായ പുത്രന്റെ ചിത്രമാണ്. What came to my mind is the image of the prodigal son. അവൻ പിതാവിനെ നോക്കി പറയുക, എനിക്ക് എന്റെ ഷെയറിംഗ് ഇതാ. He looks at his father and says, give me my share. ഞാൻ ഇതുവരെ ചിന്തിച്ചത് ഇത് ലോക മനുഷ്യനെ കുറിച്ചാണെന്നാണ്. I thought up till now that this was talking about worldly people. അതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ജാതികളെ സ്വീകരിക്കുന്നതും യേശു അവരോട് ഇടപെടുന്നതും കാണാനായി യഹൂദന്മാർക്ക് പേഷ്യൻസ് ഇല്ല. യേശുവിങ്കൽ അവർ റെസ്റ്റ്ലെസ് ആകുകയാണ്. What the context is the Jews are seeing Jesus' relationship with the Gentiles and they are not happy and they're becoming restless at his dealings with them. അപ്പോൾ യേശു പറയുന്ന പാരബിൾ ആണ്, see, God is like this. And so this is a parable Jesus gives to them and says, this is what God is like. God will receive you no matter how far you have gone. എത്ര ദൂരെ പോയാലും നിന്നെ സ്വീകരിക്കുന്ന ഒരു പിതാവുണ്ട്. No matter how far you have gone, there is a father that will receive you again. വീട്ടിനകത്തിരുന്നാലും നീ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാ ഉപമ പഠിപ്പിക്കുന്നത്. That parable teaches that even if you are inside the house, you can be lost. പക്ഷേ എന്നെ ഭയപ്പെടുത്തിയത് ആ ഇളയ പുത്രന്റെ ചോദ്യമാണ്. But what brought fear in me is the question of the prodigal son. പിതാവേ, നിനക്ക് നല്ല വസ്തുവൊക്കെ ഉണ്ട് എന്ന് എനിക്കറിയാം. Father, I know you have a great house and a property. I am fortunate to be born in this family. എന്തൊരു പ്രിവിലേജ് ആണിത്. What a great privilege it is for me to be born in this family. ഇപ്പുറത്ത് നോക്കുമ്പോൾ അവർക്ക് വസ്തുവില്ല, പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ വസ്തുവുണ്ട്. When we look around, they don't have a good house, but we have a property. ഈ പുത്രൻ ചോദിക്കുന്ന ഒറ്റ കാര്യമായി, എന്റെ ഷെയർ എനിക്ക് ഇതാ. But he asks a question to his father, give me the share that is അവന് mine. ഇൻഹെറിറ്റൻസ് വേണം, അവന് പേഴ്സണെ വേണ്ട. He does not want the person, he wants his inheritance. പ്രിയ ദൈവമക്കളെ, നമ്മുടെ സമൂഹത്തിൽ പലർക്കും വേണ്ടിയത് ഇതിനകത്തെ ബ്ലെസ്സിങ് കിട്ടിയാ കൊള്ളാം, പക്ഷെ വിളിച്ചവനെ വിട്ടോ എന്ന് ഭയക്കുന്നു. Brothers and sisters, in our circles, what we see is we want the blessings, but I fear, have we left the one who has called us? he wanted
inheritance ഉള്ളത് തരാമോ, but I don't want intimacy. Let me live my own life. He wanted the inheritance. That's what he wanted. He did not want intimacy. He wanted to live his own life. എന്താ സുവിശേഷം എന്ന് പറഞ്ഞാൽ? What is the gospel? സുവിശേഷം എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധനായ ദൈവത്തെ ഫേസ് ചെയ്യാൻ പാപിയായ ഒരു വ്യക്തിക്ക് കഴിയാതിരിക്കെ എനിക്ക് പകരമായി എന്റെ പാപം തന്റെ മേലെടുത്ത് ഒരു ഫെലോഷിപ്പ്, ഒരു വഴി തുടങ്ങിയിരിക്കുക. Now you have intimacy with Father, Holy Godുമായി ഒരു ഫെലോഷിപ്പ് തുടങ്ങിയതല്ലേ gospel. What is the gospel? Me, when I was a sinner and did not have a relationship with God, God came and he died and took my sin upon himself so that through him I can have intimacy with God again. ഇതിനെ ഒരു get gospel എന്ന് വേണേ വിളിക്കാം. Get gospel. We can call this a name, get gospel. എനിക്ക് വേണം, എനിക്ക് സ്വർഗം വേണം, I want heaven. എനിക്ക് അപകടമൊന്നും പറ്റില്ല, I don't want any dangers to happen to me. എനിക്ക് എന്റെ വിവാഹം കറക്റ്റ് സമയത്ത് നടക്കണം. My marriage should happen at the right time. ചിലര് സ്നാനപ്പെടുന്നതിന്റെ കാരണങ്ങളാണ് ഞാൻ ഈ I'm പറയുന്നത്. talking about some reasons people even get baptized. ചിലര് പറഞ്ഞു കൊടുക്കുന്ന മോനെ സ്നാനപ്പെട്ടോ അല്ലേ നിന്റെ ഭാവിയിൽ പിന്നെ പ്രശ്നങ്ങൾ വരും. Sometimes young people hear you better get baptized, otherwise in your future you'll have some നീ problems. പരീക്ഷയ്ക്ക് പാസ്സാകാത്തത് നിന്റെ കാര്യങ്ങളെല്ലാം മുടങ്ങുന്ന നീ സ്നാനപ്പെട്ടിട്ടില്ലടാ. The reason you are not passing your test and all these happening because you haven't been baptized. നമ്മുടെ ഇടയിൽ ഒരു വലിയ ചോദ്യമായിരുന്നു. ഇന്ന് പിന്നെ അതും ആരും ചോദിക്കാറില്ല. ഒരു 40 വർഷം മുമ്പ് ആരെ കണ്ടാലും സ്നാനപ്പെട്ടാണോ ഇതായിരുന്നു നമ്മുടെ ചോദ്യം. 40 years ago we used to ask the question, have you been baptized? എന്നാൽ പൗലോസിന്റെ ചോദ്യം സ്നാനപ്പെട്ടതാണോ എന്നുള്ളതല്ല. But Paul's question to them is not, have you been baptized? വിളിച്ചവന്റെ കൂടാണോ? Are you with the one who called you? മുങ്ങി പൊങ്ങിയോണ്ട് തീരുന്നില്ല. It is not ending because you came out of the water. മുങ്ങി പൊങ്ങിയോണ്ട് തുടങ്ങുന്നതേ ഉള്ളൂ. It is just starting when you come out of the water. വിളിച്ചവന്റെ കയ്യെ പിടിച്ചോണ്ട് നടക്കുന്നതാ ക്രിസ്തീയ ജീവിതം. Christian life is one where you are walking alongside the one who called you. അല്ലെങ്കിൽ നമ്മുടെ പിതാവിനെ അത് എത്രമാത്രം വേദനിപ്പിക്കും. How much then would we hurt our heavenly Father if we don't do that? ഭൗതിക തലത്തിലുള്ള ഒരു പിതാവിനെ ഒരു മോൻ ചോദിക്കുക, Daddy, give me all my share, but I don't want to live in your house. In this earth, imagine a son asks a father, give me everything that is mine, but I don't want to live here. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ നമ്മൾ ആ ഭവനത്തിൽ ജീവിക്കാൻ തയ്യാറാണോ? Brothers and sisters, are you ready to live inside of that house? നമ്മൾ വിളിച്ചവനെ വിട്ട് ആത്മീക പരിവേഷങ്ങൾ ചെയ്യാതെ വിളിച്ചവന്റെ കൂടെ താമസിക്കാൻ നമ്മൾ തയ്യാറാണ്. Are we ready to leave behind just having the name and the form of spirituality and walking away from God, or walking and living with God? വേറൊരാളെ പരിചയപ്പെടുത്താം. ഇതേ ആശയമാ പുള്ളിയുടെ മനസ്സിലിരുന്നത്. Let me introduce another person who had the same mindset. Rich young man. It is the rich young man. എന്തുവാ വേണ്ടത്? What does he want? I want eternal life. He wants eternal life. ഇനി തന്നാട്ട് ഞാൻ എന്തോ ചെയ്യണം? What should I do? Just give it to me. I know you have it, I want it. I know you have it, I want it. പക്ഷേ എനിക്ക് നിന്നെയല്ല വേണ്ടത്. I want eternal life. I don't want you, but I want eternal life. ഇന്ന് പറയുന്ന പോലെ എനിക്ക് ജീസസിന്റെ കൂടെ ഒന്നും ജീവിക്കാൻ വയ്യ, പക്ഷേ give me heaven. Like we say today, I don't want to live with Jesus, but I want to have heaven. This young man, he was focused on eternal life as inheritance. അതെനിക്ക് വേണം. He says, and he focuses on eternal life as his inheritance and says, I want that. യേശു തിരിച്ച് അവനോട് പറഞ്ഞത് എന്താണെന്നറിയോ? What did Jesus say in reply to him? You follow me. You follow me. എന്നെ സ്നേഹിക്ക്. Love me. എന്നെ ആരാധിക്ക്. Worship me. Eternal life എന്ന് പറയുന്നത് കൈപിടിക്കുന്ന ഒരു സാധനമല്ല. Eternal life is not something you just hold in your hand. ഇത് ജീവനുള്ള ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധമാണ്. This is a relationship with the living God. ഇന്ന് വിശ്വസിക്കുന്നവരുടെ അകത്ത് eternal life ഇറങ്ങി വന്നിരിക്കുക എന്നാ യോഹന്നാൻ പറയുന്നത്. John says that this eternal life has come into those who have believed. ഞാൻ ചോദിക്കട്ടെ, എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് ഈ അഭേദ്യമായ ബന്ധം ഓരോ നിമിഷവും അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? Let me ask you, are you able to at every moment live in this personal relationship with God? നമ്മൾ തന്നെ ഇരുന്ന് പാടാറും സ്തുതിക്കാറുമുണ്ടോ? Do we oftentimes isolate ourselves and sing നമ്മൾ and worship to വാഹനം God? ഓടിച്ചോണ്ട് പോകുമ്പോ ഇത്തരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളൂ ഞാൻ ദൈവമേ എന്ന് പറഞ്ഞു വിങ്ങി പൊട്ടാറുണ്ടോ? When you're driving your car, will you say, how can you love me, a sinner like this? Do we cry out and pray like that? ഓർപ്പിച്ചതുപോലെ ഈ ലോകം യേശുവിന് കുരിശ കൊടുത്തതെങ്കിൽ എനിക്ക് ഈ ലോകത്തിന്റെ മാന്യത വേണ്ട
എന്ന് പറഞ്ഞ് റെസ്ൽ ചെയ്യാറുണ്ടോ നമ്മുടെ പ്രയർ റൂമിൽ? In your prayer room, do you wrestle and say that the world that gave Jesus a cross, I don't want any honor from them? എവിടോ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. Somewhere we have fallen. വിളിച്ചവനെ വിട്ടു, പക്ഷേ വിളിച്ചവൻ പറഞ്ഞതൊക്കെ ഈ എക്സ്റ്റേണലി ചെയ്യാൻ നോക്കുക. We left the one who called us, but externally we want to do what he told us to do. സ്നാനം, ഞാൻ സ്നാനപ്പെടാം. If you want me to be baptized, I will do it. കൈയടിക്കണോ? ഞാൻ അവിടെ വന്നിരുന്ന് കൈയടിക്കുക. If you want me to clap my hands, I'll come do it. പൗലോസ് പറയുക, മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞു പോകരുത്. യേശുവുമായി ബന്ധമില്ലാതെ എക്സ്റ്റേണലി റിച്വലിസ്റ്റിക് ആയി മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്വയനീതി ഉണ്ടാക്കുന്ന ആരാധനയിൽ നിന്നും രക്ഷപ്പെടാനാണ് പൗലോസ് അവരോട് And പറയുന്നത്. Paul is saying, do not get caught in doing performative things for self-righteousness, but come out from that, come out from another gospel. എന്തുവാ അപ്പൊ സ്നാനം വേണ്ടെന്നാണോ ഇന്ന് രാത്രി പറയുന്നത്? So am I saying tonight that you don't need to be baptized? അയ്യോ, ബന്ധം ഉളവായ വ്യക്തി ഒരു നിമിഷം പോലും പറയത്തില്ല. ഞാൻ ഈയിടെ ഒരാളോട് സ്നാനത്തെ കുറിച്ച് പറയാ, പാസ്റ്റർ, ഐ എം റിയലി തിങ്കിങ് അബൌട്ട് ഇറ്റ്, ഐ എം റിയലി തിങ്കിങ് അബൌട്ട് ഇറ്റ്. ഈ ബന്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ തിങ്കിങ് പിന്നെ അവിടെ ഇല്ല. എന്റെ യേശുവിനോട് ചേരുവാനായി സ്നാനപ്പെടാൻ കിട്ടുന്ന അടുത്ത നിമിഷം അതൊരു വലിയ ഭാരമായിട്ടല്ല കാണുന്നത്. ഇറ്റ്സ് എ പ്രിവിലേജ് ടു ഐഡന്റിഫൈ വിത്ത് ദ ഡെത്ത് ആൻഡ് റിസറക്ഷൻ ഓഫ് ജീസസ്. We will not be just thinking about it, but when we are in a relationship with Jesus, the first thing we want to say is, this is not a burden for me, but I want to be joined with my Savior Jesus in baptism. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ദിവസം? അത് കഴിഞ്ഞ് സംഭവിച്ചത് എന്താ? Do you know when he fed the thousands of people with the loaves and the 2 fish? Full bellies but empty hearts. They left with full bellies but an empty heart. അവർക്ക് അടുത്ത ദിവസം വേണം. അപ്പം തരാമോ യേശു, അപ്പം തരാമോ? They came the next day and said, Jesus, can we have bread? യേശു പറയുക, ഞാൻ ബ്രെഡ് തരാനല്ല വന്നത്, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്ന ബ്രെഡാ. എന്നെ നീ കഴിക്കണം. Jesus said, I did not come to give you bread, but I am the bread that has come from heaven. You must eat from me. നമ്മുടെ ജോലിക്ക് വേണ്ടി നമ്മൾ ഉപവസിക്കുന്നതിന് മുമ്പ് പേഴ്സണൽ റിലേഷൻഷിപ്പിൽ വന്ന പരാജയങ്ങളെ ഓർത്ത് നമുക്ക് ദുഃഖിക്കാം. Before we fast and pray for our job, let us fast and pray for the failures that are happened in our life in relation to നമ്മുടെ God. കുഞ്ഞുങ്ങളുടെ പരീക്ഷയുടെ പാസ്സാകുന്നതിന് മുമ്പ് അവൻ ദൈവത്തിന്റെ മുമ്പിൽ നീതിയുള്ളവനായി കാണപ്പെടാൻ പ്രാർത്ഥിക്കാം. Before we pray for our young kids' exams, pray that God would see them as righteous before It Him. is all about having a relationship with Jesus. അതാണ് ഇതിന്റെ എല്ലാം ആകത്തുക. The main theme about all this is having a relationship with Jesus. അതുകൊണ്ട് ഭക്തന്മാരെ കൊണ്ട് കാരാഗ്രഹത്തിൽ ഇട്ടാലും അവർ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. കൈ കിട്ടുന്ന ഒരു സാധനത്തിനല്ല, ഒരു ജോലിക്കോ ഒരു കപട ആത്മീയതയ്ക്കോ അല്ല. I am making Jesus my own എന്ന് അവർ വിളിച്ചു പറഞ്ഞത്. That's why when the saints were put into prison, they said, I know whom I have believed in. I did not believe in him for something I can get for him, but I believed in who he was. ഇത് ഞാനിപ്പോ പറഞ്ഞല്ലോ 3 ഉദാഹരണങ്ങൾ of missing the savior but wanting inheritance and reward. Remember, I gave you examples of missing out on the Savior but wanting his reward. ആ മുടിയനായ പുത്രന് വേണം അവകാശം, പക്ഷെ വീട്ടിൽ ജീവിക്കാൻ വയ്യ. The prodigal son wants his inheritance but won't live at home. ഈ rich young man eternal life വേണം, പക്ഷെ ഫോളോയിങ്ങിനെ കുറിച്ച് വെളിപ്പാടില്ല. The rich young man wants eternal life, but he doesn't want to hear about following Jesus. ഈ യോഹന്നാൻ 6 പുരുഷാരത്തിന് അപ്പം വേണം, പക്ഷെ അപ്പമായി തീരാൻ വന്ന യേശുവിനെ വേണ്ട. The multitude in John chapter 6, they want the bread from Jesus, but they don't want the Jesus who is bread. എന്നാൽ ആ സ്ഥാനത്തല്ലേ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പ്യ ലേഖനം 3:8 പറയുന്നത്, അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, ആ പരിജ്ഞാന നിമിത്തം, അതിന്റെ ശ്രേഷ്ഠത നിമിത്തം, ആ റിലേഷൻഷിപ്പ് നിമിത്തം ഞാൻ ഇപ്പോഴും ഇതൊക്കെയും ചവറന്നുണ്ട്. That's why in Philippians 3 verse 8 Paul says, for the surpassing worth of knowing Jesus and having a relationship with Jesus, I count all these things as loss. ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മളെ വിളിക്കുന്നു. Tonight, God is calling us. ചിലപ്പോ ഈ ലൈവ് റിലേഷൻഷിപ്പ് മുറിഞ്ഞു പോയവർ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. Maybe those whose relationship with God has been cut somewhere. ഒരിക്കൽ അത് ഉണ്ടായിരുന്നു, ഇന്നതില്ല. One time you had it, but now you do not. ജോലി തിരക്കായി പല കാര്യങ്ങളായി പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലാത്ത അവസ്ഥ. You got busy with work and other things, and now you don't even have time to pray. ഇന്ന് രാത്രി കർത്താവിന് നമ്മളോട് ഇടപെടാനുണ്ട്. ഞാൻ തരുന്നതിനെ നോക്കാതെ എന്നിലേക്ക് നിന്റെ ശ്രദ്ധയൊന്ന് മാറ്റാമോ?
And now Jesus is looking at us and saying, instead of looking at the things I give you, can you turn your attention to ഒരു me? ഗെറ്റ് ഗോസ്പലിലേക്കോ ഒരു കൺസ്യൂമർ ഗോസ്പലിലേക്കോ ഒരു എക്സ്ചേഞ്ച് മൈൻഡ് സെറ്റിലേക്കോ പോകാതെ ഐ വാണ്ട് യു, എനിക്ക് അങ്ങയെ വേണമെന്ന് പറയുന്ന ഒരു സമൂഹം. A community and a group that says and moves away from an exchange gospel or a gospel that we get something to say, God, I want you. ഇവർക്ക് എന്തോ പറ്റി ഗലാത്യ ആൾക്കാർക്ക്? What happened to the church in Galatia? യേശുവിനെ വിടുന്നതിന്റെ ആദ്യ ലക്ഷണം എന്തുവാ? What is the first sign that they have turned away or departed from Jesus? ഹല്ലേലൂയ പോത്തില്ല, Their hallelujahs will not go. സ്നാനം പോത്തില്ല, Their baptisms will not go. അന്യഭാഷ പോത്തില്ല. Their speaking in tongues will not go. പക്ഷെ ഒരു കാര്യം പോവും. But one thing will go. അതെന്താണെന്നറിയാമോ? Do you know what that is? ഗലാത്യ ആൾക്കാർക്ക് സംഭവിച്ചത് എന്താണെന്നറിയാമോ? Do you know what happened to the believers in Galatia? ഒരു നിമിഷം അവര് ചിന്തിക്കാൻ തുടങ്ങി, ആൾക്കാർ ഞങ്ങളെ കുറിച്ച് എന്തോ പറയും. For a moment they began to think, what will others think of us or say of us? ആൾക്കാരുടെ അഭിപ്രായം അവർക്ക് വലുതായി തോന്നി. The opinions of others, they saw that as a great thing. എന്തോ ആൾക്കാർ അവരോട് പറഞ്ഞ അഭിപ്രായം. What is the opinions that others said to them? പൗലോസ് പറഞ്ഞു വിശ്വാസത്താൽ നീതീകരണം ഉണ്ടെന്ന്. Paul said that there is justification by faith. നിങ്ങളെ ദൈവം അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. He says that God has accepted you. നിങ്ങൾ ദൈവത്തിന്റെ കുടുംബത്തിലാന്നൊക്കെ പൗലോസ് സുവിശേഷത്തിലൂടെ വിളിച്ചു പറഞ്ഞു. Paul through the gospel said that you are now in the family of God. പക്ഷേ യഹൂദന്മാര്, കറതീർന്ന യഹൂദന്മാര് യെരൂശലേമിൽ നിന്ന് അവരോട് ചെന്ന് പറഞ്ഞു, നോ നോ നോ, നിങ്ങളൊന്നും അക്സെപ്റ്റഡ് അല്ല. But the Jews, they went up to them and those believers and said, no, you have not been accepted. അവരോട് പറഞ്ഞു, പരിച്ഛേദന ഇല്ലാതെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യത്തില്ല ദൈവത്തിന്റെ കുടുംബത്തിൽ. And they said, without circumcision, you will not be accepted into the family of God. അതിന്റെ ഇടയ്ക്ക് പത്രോസ് കൂടെ വന്ന് അങ്ങനെ ഒരു പരിപാടി അവിടെ ചെയ്തു 2-ാം അധ്യായത്തിൽ. And in chapter 2, Peter even came and did something like that. അവരോട് ഇരുന്ന് കഴിക്കുകയായിരുന്നു. പക്ഷേ യെരൂശലേമിൽ നിന്ന് ആൾക്കാർ വരുന്നു എന്ന് കണ്ടപ്പം പത്രോസ് അങ്ങ് മാറി അവരെ ജാതികളായി പിന്നെ മാറ്റി നിർത്തി. Peter was eating with them, but when he saw people come from Jerusalem, he stepped aside and just looked at them as Gentiles or other people. ഒറ്റ നിമിഷം കൊണ്ട് അവരുടെ ഉള്ളിൽ ഒരു ചിന്ത. And in one moment, there's a thought that came in their ശരിയാ, mind. പൗലോസ് വന്നു പല കാര്യങ്ങളും പറഞ്ഞു, സുവിശേഷവും യേശു വിളിച്ചു എന്നൊക്കെ പറഞ്ഞു. ശരിയാ, It is true that Paul came and shared the gospel and talked about Jesus. വിളിച്ചവന്റെ വിളിക്കുകയോ ഇതൊക്കെ പറഞ്ഞു. ശരിയാ, It's true. He said, walk in a manner worthy of your calling. It's true. ചിലപ്പോ റൂഫസ് അവര് പറയാൻ സാധ്യത, എന്നാലും നമ്മൾ ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നത്. Maybe they said, but we're still living in this world. അപ്പൊ പരിച്ഛേദന എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. So then it's not bad to be circumcised. കാരണം അവരുടെ ബുക്കിൽ നമുക്ക് നല്ലതാകാം. Because we also want to be good in their book. ഇപ്പൊ ദൈവത്തിന്റെ ബുക്കിൽ നമ്മളായി, പക്ഷേ നമ്മളെ എല്ലാരും പിന്നെ ആൾക്കാർ വെറുത്തോണ്ടിരിക്കുക. It's true we're accepted in God's book, but everyone else still hates us. പെന്തിക്കോസിൽ ഇറങ്ങി എന്നൊക്കെ ഉള്ള ശരിയാ. It's true we came out into Pentecost. ദൈവ പൈതലായി, ദൈവം എന്നെ അംഗീകരിച്ചു എന്നൊക്കെ ഉള്ള ശരിയാ. It's true I'm a child of God and God accepts me. പക്ഷെ മനുഷ്യർ അംഗീകരിക്കണേ എന്തോ വേണം? But what should I do for man to accept me? പണവും പുത്തനും വേണം. I need money. ഇത് ആരാണ്ട് നമ്മുടെ ചെവിയിലോട്ട് പറഞ്ഞു. Someone put this in our ear. യേശുവൊക്കെ അംഗീകരിച്ചു, ശരിയാ. It's true Jesus has accepted ഇനി you. മറ്റുള്ളവരെ അംഗീകരിപ്പിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? And what all do you have to do to win others' acceptance? നമുക്ക് ആൾക്കാരെ അമ്പരിപ്പിക്കുന്ന രീതിയിൽ ഒരു കല്യാണം അങ്ങ് നടത്താം. Let's do a wedding in a way that makes everybody else wonder. എന്തുവാ നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നത്? What have we come to understand? നമ്മുടെ ദേശത്ത് ഇറങ്ങാത്ത വണ്ടിയെ ഇറങ്ങണം. We need to come out in a car that this town has not seen. നമ്മുടെ ദേശത്ത് കാണാത്ത ഒരു ആൾക്കൂട്ടം അവിടെ വരണം. There should be a gathering that should come out that this place has not seen. നമ്മുടെ അകത്ത് പറയുന്നത് ദൈവം മഹത്വപ്പെടട്ടെ. And inside, what we even say is God should be glorified by it. ഇതെങ്ങനെ അകത്ത് കയറി? Somehow this came inside. ഈ പ്രൗഢ ഗംഭീരമായ ചടങ്ങിൽ ലാവിഷ് ലക്ഷറിയുടെ നടുവിൽ നിന്നോണ്ട് നമ്മൾ പറയാം, എൻ്റെ യേശു നിമിത്തം എനിക്ക് ഇതെല്ലാം കിട്ടി. And amongst this galore and this lavishness that we see, we say is because of Jesus and he led me that I got all this. അപ്പൊ കുറച്ചുപേർ ഇംപ്രസ്ഡ് ആകുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. So what we think is by doing so, some people will be ആര് impressed. ഇംപ്രസ്ഡ് ആകുമെന്ന്? Who will be impressed? ലോകത്തിലുള്ള ചിലര് വാവ് ഗ്രേറ്റ് കേട്ടോ. Some people in the world will say, hey, this is great. വാസ്തവത്തിൽ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിച്ചത് എന്താ? What truly is it that God expects from us? ദൈവത്തിന്റെ ഉദ്ദേശം കുറച്ച് ശക്തന്മാരെയും പണച്ചാക്കുകളെയും ഉണ്ടാക്കുക എന്നുള്ളതല്ലായിരുന്നു. God's intention was not to create some rich people with some money. കല്യാണം നടക്കണ്ടേ? Weddings should happen. മാന്യമായി നടക്കണം. Let it happen in a very good way. വീട് വെക്കണ്ടേ?
Don't I have to build a home? മാന്യമായ വീട് താമസിക്കാൻ വേണം. Live in a good, very good home. വാഹനം വേണ്ടേ? Don't you need a car? വഴി കിടക്കാത്ത ഒരു വാഹനം ഓടുന്ന നല്ലൊരു വണ്ടി വേണം. You need a good car that won't stall in the middle of the road. പക്ഷേ എവിടോ ഒരു കള്ളം നമ്മൾ വിശ്വസിച്ചറിയാതെ, But unknowingly, somewhere we believed a lie. ഇതിലൂടെ ദൈവം മഹത്വപ്പെടുന്നത്. It is through these things that God is glorified. ആൾക്കാരുടെ മുമ്പിൽ ഭയങ്കര ഒരു സംഭവമാകണം. We have to become a great thing in the eyes of other people. ഇത് കണ്ടോണ്ട് ആരെങ്കിലും വന്നാലും അവരെന്താ പ്രതീക്ഷിക്കുന്നത്? And if someone even comes inside based on these things, what will they expect? എനിക്കും ഇതുപോലാണ്. I also want to be like this. ഇവിടെ മിസ്സായത് ഒരാളാണ്. There is one thing that was missing here. ആരാ ഇവിടെ മിസ്സായത്? Who is missing here? എന്നെ വിളിച്ച യേശുവാണ്. The one, the Jesus who called me. പലരും പെന്തിക്കോസിൽ വന്നത് നല്ലൊരു സൗകര്യത്തോടെ ജീവിക്കാനാണ്. Some people came to Pentecost because they want to live in luxury. ഇത് നമ്മുടെ കർത്താവിനെ എത്രമാത്രം വേദനിപ്പിക്കുന്നു. How much does this hurt our God? യേശു കർത്താവ് വന്നത് ബിസിനസ്സുകാരെ ഉണ്ടാക്കാനല്ല. Jesus did not come to create businessmen. യേശു കർത്താവ് വന്നത് തന്റെ സ്വരൂപത്തിലും ആ ആറ്റിറ്റ്യൂഡിലും ഒരാൾക്കാരെ ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം രക്തം ചീന്തി വീണ്ടെടുത്ത് ആത്മാവെന്ന ദാനവും കൊടുത്ത് പറഞ്ഞു, ജീവിച്ച് കാണിക്ക്. ഇതുപോലെ സ്നേഹമുള്ളവർ, ഇതുപോലെ ക്ഷമയുള്ളവർ, ഇതുപോലെ കരുതലുള്ളവർ. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകയാകേണ്ടത് ജനറോസിറ്റി കൊണ്ടാ, അക്യുമുലേഷൻ കൊണ്ടല്ല. And Jesus came and shed his blood and gave his spirit so that he can create us into people who can have the attitude and character of Jesus, so the world will see that and they will come in because of that nature that is in Jesus. നമ്മുടെ സാക്ഷ്യം എന്നുള്ളത് എന്റെ കർത്താവ് നിമിത്തം ഈ ത്യാഗങ്ങൾ ഞാൻ ചെയ്തു. May God be glorified. And our testimony should be that it is, I have suffered these things because of Jesus who is in me. May God be glorified. പണ്ടുള്ളവരുടെ സാക്ഷ്യം എന്തായിരുന്നു? What was the testimony of people in the Because of past? Jesus I am thrown out of my house. They would say things like, because of Jesus I was thrown out of my house. അത് ആൾക്കാരുടെ ഉള്ളിൽ ഒരു ഒടക്ക് പോലെ നിന്നു. And that stood as a stone inside of the heart of people. അവർ മനുഷ്യരുടെ പ്രശംസ ആഗ്രഹിച്ചില്ല. They did not desire the honor of people. അവർ പ്രാർത്ഥനാ മുറിയിലോട്ട് പോയപ്പോ അവിടെ വെയിറ്റ് ചെയ്യുന്ന യേശു പറഞ്ഞു, yeah, you are becoming like me. I too was rejected. You are rejected. You are my son. And when they returned back to their prayer room, there stood Jesus saying, yes, you are rejected like me, and I was rejected the same. അവരാ പാടിയത്, ഈ മണ്ണെ പ്രതി മാണിക്യം വിടത്തില്ല. They are the ones who sang that on behalf of this dirt, I will not leave aside the kingdom of heaven. അവരാ പാടിയത്, ഈ മുൾക്കിരീടം യേശുവിന് ലോകം കൊടുത്തെങ്കിൽ എനിക്ക് എന്തിനീ കിരീടം, എനിക്ക് വേണ്ട. If they sang like this, if they gave Jesus a crown of thorns, why do I need a crown from them? അവരാ പാടിയത്, ഭുവനമൊന്നാകെ ചമച്ചവൻ ഒരു ചെറു ജനനത്തിന്റെ കാര്യം വെച്ച് അവര് പറഞ്ഞത്, ഈ താഴ്മയുള്ള ജനനമുള്ള ആ യേശുവിനെ ഞാൻ വിളി കേട്ടെങ്കിൽ എനിക്കെങ്ങനെ ഇതിലെല്ലാം മുഴുകി ജീവിക്കാൻ ഒക്കും? And they sang songs like, if this God, this great God came and was born in such a humble way, how can I live in such a lavish and wealthy lifestyle? അവരാ പാടിയത്, സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കാൻ ഒക്കുമോ എന്ന് അവർ പാടി. They sang, I saw you who was love, how can I then live without love in my life? കേക്കൂ, ഈ സന്ദേശത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ നിമിഷം കേക്കൂ. Listen now to the most important part of this message. പൗലോസ് എന്താ അസ്വസ്ഥതപ്പെടുന്നതെന്നറിയോ? Why is Paul becoming uncomfortable? വിളിച്ചു എന്നുള്ള ശരിയാ, പക്ഷെ വിളിച്ചവനുമായുള്ള ബന്ധമില്ലാതെ റിച്വലിസ്റ്റിക്കിലേക്ക് പോയപ്പോ 1:15 പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കണം. When they left behind the one who had called them, look what he says in verse 15. അതേ ഭാഷ താൻ എടുക്കുന്നു, 1:6 അതേ ഭാഷ. He takes the same language that you read in verse 6. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയിൽ, അടുത്ത വാക്കെന്താ കാണുന്നവർ ഉറക്കെ പറയാമോ? കൃപയിൽ വിളിച്ചിരിക്കുന്ന ദൈവം. But when he who had set me apart before I was born and who called me by his grace. ഗലാത്യരെ, നിങ്ങളെയും വിളിച്ചായിരുന്നു. Church in Galatia, God had called you also. നമ്മൾ ഒരുപോലെ കേട്ടതാ വിളി. We along one after the other heard the same call. പക്ഷേ പൗലോസ് പറയുക, ഈ വിളി എന്നിൽ എന്തുകൊണ്ടുവന്നറിയാമോ? ഞാൻ മാംസരക്തങ്ങളോട് പോലും ആലോചിക്കാതെ ചപ്പും ചവറുമായി ഇറങ്ങി ഈ വിളി എന്നെ മാറ്റി.
But what happened to me when I heard that call? I left everything behind as rubbish and I went after this call. ഈ വിളി കേട്ട നിങ്ങൾ എന്തിനും മനുഷ്യരുടെ പ്രശംസ ആഗ്രഹിക്കുന്നു? And you who have heard this same call, why do you desire the opinion and honor of man? അതുകൊണ്ട് പൗലോസ് 6:14 വാക്യത്തിൽ പറയുന്നത്, എനിക്ക് ക്രൂശ് അല്ലാതെ മറ്റൊന്നും പ്രശംസിക്കാനില്ല, കാരണം I have heard the calling of master. And that's why in chapter 6 verse 14 he says, I have nothing else to boast in but the cross of Jesus, because I've heard the call of my master. വിളി കേട്ടവര് തന്നെ രണ്ട് തരത്തിലായി. The ones who heard the call now are in two different places. ഞാൻ പറഞ്ഞോട്ടെ, 1:15 ചിലപ്പോ നമ്മുടെ സമൂഹത്തിലെ ഫസ്റ്റ് ജനറേഷൻ ആയിട്ടും 1:6 മുതൽ സെക്കൻഡോ തേർഡോ ആയിട്ടോ ഇങ്ങനെ ഭാവനയെ ചിന്തിക്കാം. I'm just imagining that verse 15 is that first generation that heard the call, and verse 6 is the second and third generation that came after. എന്നെ വിളിച്ചുവെന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്കിൽ പൗലോസ് പറയുന്നത്, തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോ ഞാൻ മാംസരക്തങ്ങളോടോ ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് ചെയ്യാതെ നേരെ അറേബ്യയിലേക്ക്. പറയുന്നതിന്റെ അർത്ഥം ഇതൊക്കെയാ, എനിക്ക് മാൻ പ്ലീസിംഗ് അല്ല പിന്നെ വലുതായി തോന്നിയത്, എന്റെ മുമ്പിലുള്ള ക്രിഡൻഷ്യൽസ് അല്ല വലുതായി തോന്നിയത്, എന്നെ വിളിച്ചവന്റെ ശബ്ദം എന്റെ ഹാർട്ട്, എന്റെ ഹൃദയത്തെ ക്യാപ്ചർ ചെയ്തു. I couldn't care less for people around me. He said, I did not care and follow after the opinions of man or the people that came or my title, but when I heard that call from Jesus, I did not care about the opinions of others. I went after that call. 1:10 നോയിക്കേ, ഇങ്ങനെയാണോ പൗലോസ് പറയുന്നത്? Look in chapter 1 verse 10. Is this what he is saying? ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കയില്ല. For verse 10, am I now seeking the approval of man or God? Am I trying to please man? If I am still trying to please man, I would not be a servant of Jesus. ദൈവം വിളിക്കുന്നു, മനുഷ്യന്റെ അപ്രൂവൽ ചവിട്ടുകൊറ്റയിൽ ഇടാൻ കൊള്ളാം, ദൈവത്തിന്റെ അപ്രൂവലിനായി ഒരു സറണ്ടേർഡ് ലൈഫ് ഇന്ന് രാത്രി ദൈവം ഭാഗം തീരുമാനമെടുക്കണം. I'm saying, God is saying today, aside from the approval of man, the call and the opinion of God is one that leads us to a surrendered life, and God is calling us to a life of that. എന്നാൽ ഒരു കാലം വന്നിരിക്കുകയാണ്, But a time has come. ഈ സന്ദേശം പറയേണ്ടവര് പോലും നമ്മുടെ വീട്ടിൽ വന്നോണ്ട്, നല്ല വീടാ കേട്ടോ, ഇതിലും നല്ലൊരു വീട് കർത്താവ് റൂഫസേ തരാൻ പോവാ കേട്ടോ. The ones who should be preaching this message come to our homes and says, this is a nice home. God is going to give you a better home than this. ഇത് പിന്നെയും കറങ്ങി മനുഷ്യന്റെ അപ്രൂവലിന്റെ സന്ദേശമായി പറയുന്നത്. And they are just turning people around and around and giving the man-centered teaching to them. എവിടെ നീ നാണിച്ചു പോയോ അവിടെ നിന്നെ ഉയർത്തും. Wherever you have been shamed, there God will honor you. എന്തവാ 1-ാം നൂറ്റാണ്ടിലെ സഭ കണ്ട ഉയർച്ച? What is the honor or the uplifting that the first century church saw? ചിന്തിച്ചു നോക്കിയേ, യേശുവിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ത്യാഗം ചെയ്തത് മറിയല്ലേ? Is there anyone aside from Mary that gave this much sacrifice to ഏറ്റവും Jesus? കൂടുതൽ മാനിക്കപ്പെടേണ്ടത് അങ്ങനെയാണെങ്കിൽ മറിയല്ലേ? Should she not be the one who's honored the greatest? എങ്ങനെ ഓണർ ചെയ്ത മറിയേ? How did Jesus honor Mary? ഓ, നസറേത്തിലെ ഒരു വലിയ വീട് അങ്ങോട്ട് വെച്ച്, ഇവിടായിരുന്നു യേശു ജനിച്ചത്, ഇതാണ് യേശുവിന്റെ അമ്മയുടെ വീട്, ഇങ്ങനല്ല മാനിച്ചത്. He did not honor her by giving her a big home and saying, this is where the mother of Jesus lived. That's not what he did. ഇത് വേൾഡ്ലി പെർസ്പെക്റ്റീവ് ആണ്. This is a worldly perspective. ഈ മാനുഷികമായി സക്സസ് അളക്കുന്നത് ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവ് അല്ല, ഇത് പ്യൂർലി വേൾഡ്ലി പെർസ്പെക്റ്റീവ് ആണ്. And this is not a biblical perspective, but this is a worldly perspective that we're using to measure. ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവിൽ അനുഗ്രഹം അളക്കേണ്ടത് രൂപാന്തരപ്പെട്ട ജീവിത ശൈലിയിലാണ്. How we measure blessing in this transformed life is how our lives have been transformed, our heart has been transformed. ഞാൻ എന്റെ വല്യപ്പച്ചനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. I have not seen my grandfather. I've heard about him, but I have not seen him. സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിൽ ഐരൂരിൽ സജീവമായി പൊക്കൊണ്ടിരുന്ന ഞങ്ങളുടെ കുടുംബം, A family, we went at that time to a Syrian Orthodox church. ഒരു പ്രസംഗം മാത്രം കേട്ടു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. He heard one message. God has ordained once for death and once for judgment. സുവിശേഷത്തിന്റെ ശക്തിയാൽ ഉൾക്കണ്ണിനെ തുറന്നു. And by the power of the Holy Spirit and the gospel, his inner eyes were opened. വന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഇന്ന് രാത്രി ഇവിടുന്ന് ഇറങ്ങിക്കോണം. He came home that night and said, you must leave this night. എന്റെ വല്യപ്പച്ചൻ റിക്വസ്റ്റ് ചെയ്തത് ഒരു കാര്യം മാത്രമാ,
നാളെ വരെ സമയം തരാമോ? ഏർലി മോർണിംഗ്. And he requested one thing. Can you just give me till next morning, one അപ്പൊ night? വലിയ വല്യപ്പച്ചൻ പറഞ്ഞു, ഇതാണ് നാ കിടന്നോ, ഇന്ന് രാത്രി നേരം വെളുക്കുന്നതിന് മുമ്പ് പൊക്കോണം, ഒരു നാട്ടുകാർ കാണരുത് നീ ഇവിടുന്ന് പോകുന്നത്, ഇവിടുന്ന് പൊക്കോണം. And his father said to him, you can leave early in the morning, but don't let anyone see that you're leaving from here. അങ്ങനെ ഇറങ്ങിയ എന്റെ പപ്പായുടെ 4 വയസ്സുള്ള എന്റെ പപ്പായുടെ കയ്യെ പിടിച്ചോണ്ട് വിശ്വാസത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി. And because of the faith, he held on to my father's hand, and they left from the home. എന്തുവാ ഇന്ന് ഞാൻ അനുഗ്രഹമായി കാണുന്നത്? What today do I see as blessing? പലരും പഠിപ്പിച്ചു വെച്ച തിയോളജി എന്ന് പറഞ്ഞാൽ അപ്പൻ വിതച്ചത് വല്യപ്പച്ചൻ വിതച്ചത് മോൻ കൊയ്യും. Some people's theology is that which your grandfather sowed, now you are going to reap. അവര് കഷ്ടത അനുഭവിച്ചു, നീ ഇനി മാനിക്കപ്പെടും. They endured suffering only, but now you are going to be honored. ദൈവവചനം ശുശ്രൂഷിക്കുന്നതിനെക്കാട്ടിലും ദൈവവചനം പോലെ ക്രമീകരിച്ച് ജീവിക്കുന്നതിനെക്കാട്ടിൽ വേറെ വലിയ മാന്യത ഞാൻ ഈ ലോകത്തെ കാണുന്നില്ല. I do not see a greater honor than ministering the word of God and living according to the word of God. വീട് മാറ്റുന്നതല്ല ഏറ്റവും വലിയ അനുഗ്രഹം. The greatest blessing is not changing your home. നമ്മൾ അവന്റെ വിളി ഇന്ന് രാത്രി കേൾക്കുന്നുണ്ടോ? Do we hear his call tonight? വിളിച്ചവൻ നമ്മളെ വിളിച്ചത് എന്തിനു വേണ്ടിയാണ്? Why did he call us? പൗലോസ് 4:18 പറയുന്നത് ഇങ്ങനെയാ, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം പിന്നെയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രസവ വേദനപ്പെടുന്നു. ആ വിളി എന്നുള്ളത് യേശുവിന്റെ ഭാവം എന്നിൽ ജനിക്കാനാണ്. Paul says that I am toiling and I am pressing on so that Christ would be birthed in you, the character of Jesus would be found in you. ഈ യേശു കർത്താവ് ഇന്ന് രാത്രി നമ്മളെ വിളിക്കുക. Jesus tonight is calling us. എന്താ മറ്റൊരു സുവിശേഷം? What is another gospel? അവിടെ യേശുവിനെ പോലെ ജീവിക്കണ്ട, പക്ഷെ നിത്യത വേണം. I don't want to live like Jesus, but I want heaven. വിളിച്ചവന്റെ വിളി അവിടെ മറന്നു പോകുന്നു, പക്ഷെ അവിടെ അന്യഭാഷയുണ്ട്, സ്പിരിറ്റും ഉണ്ട്, സകലതുമുണ്ട്. There is tongues and spirit and everything happening there, but they lost the call of the one who called them. അവിടെ എന്തു ഉണ്ടെന്ന് ചോദിച്ചാൽ ഈ ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. 5-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിൽ let us not become conceited, provoking and envying each other. ആ തമ്മി ഭയങ്കര യുദ്ധമാണ്. In chapter 5 verse 26 we see what happened. They are now envying and provoking one another. പ്രിയ ദൈവമക്കളെ, ഇത് എവിടെ നടന്നെന്ന്? ഗലാത്യ സഭയിൽ. Where did this happen? This same church in Galatia. സുവിശേഷം വിശ്വസിച്ച് എത്ര നാളായി? How long has it been since they believed the gospel? ചില മാസങ്ങൾ. Just a few months. പക്ഷെ കൂടി വരുമ്പോ രക്ഷിക്കപ്പെട്ടോ? കൈപൊക്കി. But when they come together, have you been born again? Yep, they lift their hands. അന്യഭാഷയുണ്ടോ? Do you speak in tongues? ഉണ്ട്. Yes. അന്യോന്യം സഹോദര സ്നേഹമില്ല. But they do not have brother and sisterly love amongst each other. കർത്തൃമേശയുടെ സമയത്ത് ഇങ്ങനെ വെട്ടിച്ചൊരു പോക്കാണ്. At the time of the Lord's Supper, they quickly turn and depart. എന്താ സംഭവിച്ചത്? What happened? വിളിച്ചവന്റെ വിളി കേൾക്കുന്നില്ല. They are not hearing the call of the one who called them. വിളിച്ചവന്റെ വിളി ക്ഷമിക്കാനുള്ള വിളിയാണ്. The call that he gives is one to forgive. വിളിച്ചവന്റെ വിളി ഫൈറ്റ് ചെയ്യാനുള്ള വിളിയല്ല. His call is not one to fight amongst each other. ഇങ്ങനെയാ പൗലോസ് പറയുന്നത്, ആരും നിങ്ങളെ 6:7 നോക്കിക്കേ, വഞ്ചിക്കപ്പെടാതിരിപ്പീൻ. ഒരു ഫോൾസ് ഗോസ്പൽ വിശ്വസിക്കരുത്. ബന്ധമില്ലാതെ എനിക്ക് നിത്യജീവൻ വേണം, വഞ്ചിക്കപ്പെടാതിരിപ്പീൻ. ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യർ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. In verse 7 of chapter 6 he said, don't be deceived, God is not mocked. Whatever one sows, he will also reap. ജഡത്തിൽ വിതച്ചാൽ നാശം കൊയ്യും. If you sow in the flesh, you will reap destruction. ആത്മാവിൽ വിതച്ചാൽ, But if you sow in the spirit, വിളിച്ചവന്റെ വിളി കേട്ട് ആത്മാവിൽ വിതച്ചാൽ, if you hear the call of the one who called you and sow in the spirit, നിർവ്യാജ സ്നേഹത്തിൽ വിതച്ചാൽ, if you sow in love, ദീർഘക്ഷമയിൽ വിതച്ചാൽ, if you sow in perseverance, ജനറോസിറ്റിയിൽ വിതച്ചാൽ, if you sow in generosity, പറയുക ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. it says that you will reap from the Holy Spirit eternal life. ഇന്ന് രാത്രി പ്രത്യാശയിലേക്ക് ദൈവജനങ്ങൾ മടങ്ങി വരണം. Let the children of God come back to this hope. ഇന്ന് വിളിച്ചവന്റെ വിളി ഒന്നുകൂടെ നമ്മുടെ കാതുകളിൽ കേൾക്കട്ടെ. Let us hear the call of the one who called us one more time. ഈ വിളിച്ചവന്റെ വിളി അനുസരിച്ച് ജീവിക്കുന്നവരുടെ ഏറ്റവും വലിയ ദിവസം അവർ കാത്തിരിക്കുന്നത്, ഈ വിളിച്ചവൻ നമ്മളെ വിളിക്കാൻ ഇനി മധ്യാകാശത്തിങ്കൽ ഇറങ്ങി And വരുന്നു. those who hear his call, they're waiting on one day, and that is when the one they're waiting for will come and call them. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വണ്ടി ഓടിക്കുമ്പോ നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ടോ? നമ്മളെ ഞരങ്ങി കാത്തിരിക്കുന്നുണ്ടോ? മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടിയായ എന്റെ വേളി നടക്കാൻ പോവുകയാണ്. Can we
sing and can we hope that one day that he will come in the clouds and I who am the bride of Christ will be joined with him. ഇന്ന് നമുക്കൊരു കൂടിവരവ് കാണാം, പക്ഷെ പലരിലും ദൈവസ്നേഹവും നിത്യതയുടെ പ്രത്യാശയില്ല. Today we see many gatherings, but people do not have love or the hope of eternity. അവർക്ക് മറ്റുള്ളവരുടെ അപ്രൂവൽ വലുതാണ്. They see the approval of others as great. പക്ഷെ ദൈവം ഇന്ന് രാത്രി അന്വേഷിക്കുന്നു. But God is looking tonight. എനിക്ക് മറ്റുള്ളവർ തരുന്ന അപ്രൂവലിനെക്കാട്ടിൽ I want to hear your approval. More than the approval that others give, God, I want to hear your approval. എനിക്കാരോടും ഒരു പ്രശ്നവും ഇല്ലാതെ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന ആ സൂപ്പർ നാച്ചുറൽ life. Without any issues or problems with one another, I want to live a supernatural life that produces good fruit. ഏത് തിരസ്കരണത്തിന്റെ നടുവിലും the hope of glory, my Jesus will return. No matter what rejection you receive, the hope is that my Jesus will return. നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രി ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് Let പ്രാർത്ഥിക്കണം. us together surrender ourselves into his hands and pray. മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ എന്നുള്ള ഗാനം സാംസൺ ബ്രദറെ അത് നമുക്ക് പാടാൻ ഒക്കുമെങ്കിൽ അത് പ്രത്യാശയോടൊന്ന് പാടണം. Let's sing this next song together with hope. ഇന്ന് ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ, ഈ കേട്ട വചനത്തിന്റെ വെളിച്ചത്തിൽ In the light of the word that you heard tonight, നമ്മളെ വിളിച്ചവനെ വിട്ട് വേറെ എന്തിലേക്ക് തിരിഞ്ഞാലും അത് മറ്റൊരു സുവിശേഷമായി കാണപ്പെടും. if we leave the call of the one who called us to anything else, that will turn into another gospel. അവര് വിളിച്ചവനെ വിട്ട് അവരോട് ചോദിക്കുക, യേശു വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്, ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ബൈബിളിൽ ഉണ്ട്, വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ യേശുമായിട്ടുള്ള ബന്ധമില്ല. ബന്ധം. You ask them if they believe the gospel, do you believe in Jesus? They will, but they do not have a relationship with him. ഞാൻ ഇന്ന് നിങ്ങളോട് വളരെ താഴ്മയോട് നിങ്ങളുടെ സഹോദരനായി മകനായി ഞാൻ ചോദിക്കട്ടെ, ലൈവ് റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്, is it happening with you? Let me ask you, as your brother, as your son, is a live relationship with Jesus happening in your life? യേശു കർത്താവ് വരുന്നതിന്റെ പ്രത്യാശയോളം നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന വേറെ എന്തെങ്കിലും കാര്യം ഈ Is there ലോകത്തിലുണ്ടോ? anything else that gives you more joy than the hope that Jesus will come again? Do we have the divine wisdom to look at material world and say this is temporary, this is passing away? ഇതെല്ലാം എനിക്കുണ്ടെങ്കിലും ഇതൊന്നുമല്ല എൻ്റെ മഹത്വം, ആ ക്രൂശാണ് എൻ്റെ മഹത്വം. Can we look at the world and see that it is passing away and say, this is not my glory, but the cross, that is my glory? എല്ലാവർക്കും കണ്ണുകളെ അടച്ച ഒരു നിമിഷം ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാനുള്ള നിമിഷം ഞാൻ ഒരുക്കുകയാണ്. I am preparing a time for you to close your eyes and surrender to നമ്മൾ God. ഇരിക്കുന്ന ആ അവസ്ഥയിൽ തന്നെ ഒരു നിമിഷം എല്ലാവരും അധരങ്ങളെ തുറന്നൊന്ന് പ്രാർത്ഥിക്കണം. Where you are seated, everyone open your mouth and begin to pray. ആ വിളിയെ ഒന്നുകൂടെ എന്റെ ചെവികളിൽ ഇന്ന് കേൾപ്പിക്കണമേ. God, let me hear that call in my ear one more time. എന്നെ വിളിച്ചവനെ വിട്ട് ആത്മീകത കാണിച്ചാലും അത് തെറ്റാ. വിളിച്ചവന്റെ വിളി പോലെ ജീവിപ്പാനുള്ള കൃപ നൽകണമേ. Even if I live as a spiritual man, but if I am not hearing the call of God, God, make me live as one who has heard your call. വഞ്ചിക്കപ്പെടാതിരുപ്പീൻ, അവർ വിതയ്ക്കുന്നത് അവരവർ വിതയ്ക്കുന്നത് അവർ കൊയ്യും. Do not be deceived. What you sow, you will also reap. ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ സമർപ്പിക്കുവാൻ താല്പര്യമുള്ളവർ കരങ്ങളെ ഉയർത്താം. Those based on this word who want to surrender your life, you can lift your hand. എന്തിനാ സമർപ്പിക്കുന്നത്? ആ വിളി ശരിക്ക് കേട്ടോണ്ട് ജീവിക്കാൻ. Why do we surrender? So that we can hear clearly that call and live accordingly. എവിടെങ്കിലും ആ കേൾവി എനിക്ക് കേൾക്കാൻ ഒക്കുന്നില്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഞാൻ മനുഷ്യരുടെ മാത്രമാ കേൾക്കുന്നത്. ഈ കരം ഉയർത്തുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുന്ന രാത്രിയാണ്. If you say, I don't hear that call, I only hear the call of man, but if you lift your hands, I believe that tonight the Holy Spirit will hear your call. കർത്താവേ, സുവിശേഷത്തിന്റെ ശക്തി നമ്മൾ ദൈവജനങ്ങളിൽ ഇന്ന് രാത്രി അയക്കണമേ. Holy Spirit, would you send the power of your gospel to your people tonight? ഉൾക്കണ്ണുകൾ പ്രകാശിക്കപ്പെടുന്ന രാത്രിയാകണമേ. Let it be that inner eyes are open tonight. വിളിച്ചവന്റെ കയ്യിൽ പിടിച്ചോണ്ടുള്ള ക്രിസ്തീയ ജീവിതം ആസ്വദിക്കുന്ന ഒരു അനുഭവം നൽകണമേ. Give us an experience where we enjoy the experience of walking with you. പ്രത്യാശ മങ്ങിപ്പോയെങ്കിൽ അങ്ങയുടെ വരവിനായുള്ള തിടുക്കവും ഒരുക്കവും ആഗ്രഹവും ഞങ്ങളുടെ ഉള്ളിൽ ഇന്ന് രാത്രി നിറയ്ക്കണമേ. If our hope has faded, fill us with the longing and the hope of your coming. ക്രിസ്തു ഞങ്ങളിൽ ഉരുവാകുവോളം the work is not over എന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. Help us to see that until Jesus is birthed within us, the work is not over. കർത്താവേ, കരങ്ങൾ പൊക്കിയിരിക്കുന്നവരെ ഈ തീരുമാനത്തിൽ നിലനിന്നുകൊണ്ട് ഇന്ന് രാത്രി തന്നെ ദൈവത്തിന്റെ ശബ്ദം പിന്നെയും കേൾക്കുവാനായി ദൈവത്തിന്റെ കൃപയും കടാക്ഷവും അവരുടെ മേൽ ഉണ്ടാകണം. God, let your grace be upon them so that they will hear your call tonight and continue to walk in that call. കർത്താവ് മഹത്വം എടുക്കണമേ.
God, would you be glorified? യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. In Jesus' name we pray. നമുക്ക് അതാത് സ്ഥാനങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ അടിച്ചുകൊണ്ട് മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വേളി നടക്കുമെന്നുള്ള ഗാനം പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.